ഹായ് ഓൾ, എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലിട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്തു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ സ്വയം ആൻസർ കിട്ടുന്നുണ്ടോയെന്ന് ആദ്യം നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ആൻസർ എന്താണ് പറയുന്നതെന്ന് നോക്കി മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ ഡെയിലി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്കിലും എല്ലാവരും ചെയ്ത് നോക്കണം. LDC എക്സാം അടുത്തെത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും എല്ലാവരും ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2019 WHO ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? ഞാൻ ഓപ്ഷൻസ് എല്ലാം വായിക്കുന്നില്ല, ആൻസർ മാത്രം പറഞ്ഞു പോകുന്നതാണ്. ഓപ്ഷൻ സി ആണ് സൗമ്യ സ്വാമിനാഥൻ. 2. ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? ഇത് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിപ്പോൾ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 5+3+3+4 5+3+3+4 ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ചെങ്കോട്ട. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. 2000 രൂപ, 500 രൂപ, 100 രൂപ, 20 രൂപ, 10 രൂപ, 1 രൂപ ഇങ്ങനെ വരുന്ന ഓരോന്നിൻ്റെയും ഏതാണ് എന്നുള്ളത് ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ കാണുക. അപ്പോൾ എന്തായാലും 1 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4. 2024 ഒളിമ്പിക്സ് വേദി പാരീസാണ്. 2024 ഒളിമ്പിക്സ് വേദി എന്തായാലും ഇനി വരുന്ന എക്സാമിന് ചോദിക്കാം, മനസ്സിലാക്കി പഠിക്കുക. 5. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ ആണ് മൃതസഞ്ജീവിനി. 6. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ബി ആണ് ഫെബ്രുവരി 21. 7. ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ആരാണ്? ഓപ്ഷൻ എ ജസ്റ്റിസ് സിറിയക് ജോസഫാണ്. ജസ്റ്റിസ് സിറിയക് ജോസഫാണ്. 8. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഓപ്ഷൻ ഡി ആണ് ഇംഗ്ലണ്ട്. 9. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിയായ എന്നത് വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾക്കത് മാറാതിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ തെറ്റായിരിക്കും ചിലപ്പോൾ എഴുതി വെക്കുന്നത്. ശരിയായത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വായിക്കാം. 1. ഉത്തര അറ്റ്ലാന്റിക് സംഘടന നാറ്റോ രൂപം കൊണ്ടത് 1949. ശരിയാണോ? ശരിയാണ്. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. ശരിയാണ്. 3. അംഗരാജ്യങ്ങൾക്കു നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. ശരിയാണോ? ശരിയാണ്. അപ്പോൾ 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. 10. 2022 രാജ്യത്തെ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് പ്രധാനമന്ത്രി ആവാസ് യോജന. ഇത് നിങ്ങൾ TV-യിലൊക്കെ പരസ്യം കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതെന്തായാലും ഓർമ്മ കിട്ടും. പ്രധാനമന്ത്രി ആവാസ് യോജനയാണ് ആൻസർ. 11. ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ആണ് സിവാലിക്. അപ്പോൾ വടക്ക് ഭാഗത്ത് ഏതാണ്? വടക്ക് ഭാഗത്തെ ഹിമാദ്രിയാണ്. ഹിമാലയത്തിൻ്റെ വടക്ക് അറ്റത്തുള്ള പർവ്വതനിര ഏതെന്ന് ചോദിച്ചാൽ അത് ഹിമാദ്രിയാണ്. ചിലപ്പോൾ അടുത്ത എക്സാമിന് ഹിമാദ്രി ആയിരിക്കും ചോദിക്കുന്നത്. അത് വടക്ക് ഭാഗത്താണ്. ഓക്കെ, പിന്നെ ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണെന്ന് ചോദിക്കാം. അത് ഹിമാചലാണ്. ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഹിമാചൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12. ഇന്ത്യയിൽ ആദ്യമായി
തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഓപ്ഷൻ ഡി ആണ് വിഴിഞ്ഞം. 13. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ആണ് പശ്ചിമ ബംഗാൾ. 14. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏത്? ഓപ്ഷൻ ബി ആണ് നാഗ്പൂർ. 15. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഓപ്ഷൻ സി ആണ് കാവേരി. 16. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. 1. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് അറിയപ്പെടുന്നു. ശരിയാണ്. രണ്ടാമത്തത് കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. ശരിയാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ 1ഉം 2ഉം ആണ് ശരിയായ ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. 17. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? ഓപ്ഷൻ എ ആണ് മുംബൈ. 18. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് ആന്ധ്രാപ്രദേശ്. 19. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏത്? ഓപ്ഷൻ ബി ആണ് ഇന്ദിരാഗാന്ധി കനാൽ. 20. പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ആണ് ഗുജറാത്ത്. 21. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ഓപ്ഷൻ ബി ആണ് ആന. 22. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. 23. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 42. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ഓപ്ഷൻ ബി ആണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. 25. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ എ ആണ് 2005. 26. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് ഭാഗം 3ലാണ്. 27. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര അരക്കാലുകൾ ഉണ്ട്? ഓപ്ഷൻ സി ആണ് 24. എത്ര അരക്കാലുകൾ ഉണ്ട് എന്നാണ്. ഓക്കെ, 24. 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആര്? ഓപ്ഷൻ ഡി ആണ് ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. 29. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ പിംഗലി വെങ്കയ്യ. ഓപ്ഷൻ എ പിംഗലി വെങ്കയ്യയാണ്. 30. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി ആണ് സ്വത്തവകാശം. 31. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ എ ആണ് ക്വിറ്റ് ഇന്ത്യ സമരം. 32. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രഖ്യാപനമാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നുള്ളത്. 33. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? ഓപ്ഷൻ സി ആണ് 1930 മാർച്ച് 6-ന്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ സി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഇതും ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 35. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലിയാണ്. ഓപ്ഷൻ ഡി ആണ് അരുണ ആസിഫ് അലി. 36. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ റാണി ഗൈഡി ലിയുവിനെ കുറിച്ചാണ്.
37 താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തതാര്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തതാര്? ആരാണ്? ഓപ്ഷൻ ഡി BR അംബേദ്കർ. 38 ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ഓപ്ഷൻ ബി ആണ് റൗലറ്റ് നിയമം. 39 വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ഓപ്ഷൻ സി ആണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ. 40 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ഉദ്ധം സിംഗ്. 41 യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ ഡി ആണ് കാസർഗോഡ്. ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ്. ഓപ്ഷൻ ഡി. 42 സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഇതും ഒരുപാട് തവണ PSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പാലക്കാടാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. ഓക്കെ. 43 കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് വേമ്പനാട്ട് കായൽ. 44 താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് പാമ്പാർ. 45 കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇടുക്കി. ഇതും ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 46 കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പൽ. 47 പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? ഓപ്ഷൻ എ ആണ് തീരപ്രദേശം. 48 കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് അട്ടപ്പാടി. 49 കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഓപ്ഷൻ സി ആണ് ആലപ്പുഴ. 50 ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻ എ ആണ് OM നമ്പ്യാർ. OM നമ്പ്യാറാണ് ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. അപ്പോൾ ഇന്ന് നമ്മൾ 50 ക്വസ്റ്റ്യൻ ആൻസർ നോക്കി. ബാക്കി 50 ക്വസ്റ്റ്യൻ ആൻസർ നാളെ നോക്കാം. അതിൽ മാത്സ് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.